എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരള മന്ത്രിസഭയുടെ കേരള പര്യടനം കഴിയുമ്പോൾ കേരളം എങ്ങനെയാവും എന്നാണിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. എല്ലായിടത്തും വളരെയധികം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഈ കേരളത്തിൻ്റെ സ്ഥിതി എത്രമാത്രമാകും എന്നുള്ള ആശങ്കയിലാണ് ഞാൻ. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരും മറ്റും പറയുന്നത് ചിലരെയൊക്കെ ഈ ബുളമ്പാറയിലേക്കും മറ്റ് മാനസിക കേന്ദ്രങ്ങളിലേക്കൊക്കെ വിടണമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ബഹുമാനപ്പെട്ട മന്ത്രിമാരാണ് പറയുന്നത്. നമ്മുടെ കേരള ഗവർണർ അദ്ദേഹത്തെയാണ് ഈ മാനസിക ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിടണമെന്നും മറ്റും ഇവർ പറയുന്നത്. മന്ത്രിമാർ, നിയമം നിർമ്മിക്കുന്നവർ, നമ്മുടെ മേലൊക്കെ പറ്റ അധികാരങ്ങൾ പ്രയോഗിക്കാൻ അധികാരമുള്ളവർ ആണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. എത്രമാത്രം ഭവിഷ്യത്തുകളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ തെരുവ് യുദ്ധം പലയിടത്തു നിന്നൊക്കെ നടക്കുന്നുണ്ട്. അതുകൂടാതെ എന്തെല്ലാം ഒക്കെ പ്രശ്നങ്ങളാണ് ഈ കേരള യാത്ര കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വഴിയരികിൽ കറുത്ത വസ്ത്രമിട്ട് അല്ലെങ്കിൽ എന്തോ അങ്ങനെയുള്ള ധരിച്ചുകൊണ്ട് നിന്നവരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ആവശ്യം? അവർ ഇവിടെ ആരെയെങ്കിലും ആക്രമിക്കുന്നുണ്ടോ? അതെങ്കിലും അവരെന്തെങ്കിലും ഭീകര സംഘടനയിൽപ്പെട്ടവരാണോ? എന്താണ് അതിൻ്റെയൊക്കെ പ്രശ്നം? ഏത് വസ്ത്രവും ധരിക്കുവാൻ ഇവിടെ നമുക്ക് അവകാശമില്ലേ? എന്താണ് ഇത്രമാത്രം ഇവർ കറുപ്പിനെയും അല്ലെങ്കിൽ പ്രതിഷേധത്തെയും വെറുക്കുന്നത്? പ്രതിഷേധങ്ങളും നമ്മുടെ പൊതുജനങ്ങളുടെ എതിർപ്പുകളും വിമർശനങ്ങളും എല്ലാം അവകാശം ഉള്ളവരാണ് എന്ന് പറയുന്നു. ഗവർണർക്കെതിരെയാണെങ്കിൽ അത് ഞങ്ങളുടെ അവകാശമാണ്, ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നവർ തന്നെ തങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമോ ഇല്ലയോ എന്ന് പോലും ശങ്കിച്ച് അങ്ങനെയുള്ളവരെ പോലും നേരത്തെ തന്നെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ് ചോദിക്കാനുള്ളത്. എന്ത് വേണ്ടി? ഇവിടെ ഇപ്പോൾ വന്നു പോയിട്ട് പരാതികൾ പോലും പറയണ്ട, എല്ലാ അപേക്ഷകളായിട്ട് അഭ്യർത്ഥനകളായിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എത്രമാത്രം ഉയർന്നു, നമ്മുടെ നിലവാരം എത്രമാത്രം വളർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഈ ഭരണ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്തും ആകാമെന്നും അവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് എന്തും പറയുവാനും എന്തും ചെയ്യുവാനും ആരെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുവാനുമൊക്കെയുള്ള അധികാരമുണ്ട് എന്ന് ആണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് അടുത്ത് ഈ കാലാവധി വരെ ക്ഷമിക്കണമെന്ന്. കാലാവധി വരെ ക്ഷമിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത് എല്ലാവരും. അതുകൊണ്ട് പിന്നെ ഇതെല്ലാം സഹിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മേൽ ഇത്രമാത്രം അതിക്രമങ്ങൾ കാണിക്കാമോ? നരഭോജിയായ കടുവയെ പിടിച്ച് കൂട്ടിലാക്കി അതിന് മറ്റൊന്ന സ്ഥലത്തേക്ക് മാറ്റി. ഈ ജനങ്ങൾക്ക്, ഇവിടുത്തെയുള്ള സാധാരണ മനുഷ്യർക്ക് ഇവരെയെല്ലാം സഹിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തരത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെയോ അല്ലെങ്കിൽ ഇനിയും അവർ തന്നെ ആകുമോ എന്തെങ്കിലും ആകുമോ ആണെങ്കിൽ വരെ അതെല്ലാം സഹിക്കുവാനായിട്ട് അത് നിങ്ങളതെല്ലാം അനുഭവിച്ചോ എന്ന് പറയുന്നത് ന്യായമാണോ? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇത് അന്യായമല്ലേ? ആരോട് ചോദിക്കാനല്ലേ? ഇത്തരം വ്യവസ്ഥിതികളെ താൽവലിക്കുകയും ഇതാണ് ശരി എന്ന് ഞങ്ങൾ പറയുന്നതാണ്. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് ഇപ്പോൾ ഉച്ചയാണെങ്കിലും പാതിരാത്രിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കണം, അല്ലെ കേൾക്കുക നിവൃത്തിയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ നാം എന്ത് ചെയ്യും? സഹിക്കാം.
ഇനിയും സഹിക്കാനായിട്ട് നമുക്ക് ഇനിയും അടുത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നു കാത്തിരിക്കാം.